Okay. If the concentrations are expressed in mole per liter and time in seconds, then unit of rate constant for the first order reaction are dash. First order reaction rate constant എന്താണെന്നാണ്. Rate constant കണ്ടുപിടിക്കാനുള്ള ഒരു യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു എന്താണ് ജനറൽ ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ് ജനറൽ ഫോർമുല? കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല യൂണിറ്റ് ഓഫ് കെ ഓർമ്മയുണ്ടോ? മോൾ റേസ് ടു 1 minus n liter raised to n minus 1 second raised to minus 1. Second raised to minus 1. Mol raised to 1 minus n liter raised to n minus 1 second raised to minus 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതില് n എന്ന് പറയുന്നത് ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ ആവുമ്പോൾ n ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ യൂണിറ്റ് ഓഫ് കെ സി എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുമ്പോൾ മോൾ റേസ് ടു 1 minus 1 liter raised to 1 minus 1 second raised to minus 1. That is mole raised to 0, liter raised to 0 and second raised to minus 1. അതായത് second raised to minus 1 ആയിരിക്കും. ഫസ്റ്റ് ഓർഡറിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം, ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് second raised to minus 1 ആയിരിക്കും. ഇത് നമ്മൾ നോട്ടിലും ഒക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, സെക്കൻഡ് റേസ് ടു മൈനസ് 1 ആണ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 69.3 സെക്കൻഡ്. ഇറ്റ്സ് റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഡാഷ്. ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, ടി ഹാഫ് തന്നിട്ടുണ്ട്, അതിന്റെ കെ കണ്ടുപിടിക്കണം. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ലൈഫ് ടി ഹാഫ് നമ്മളുള്ള റിലേഷൻ എന്താ ഫസ്റ്റ് ഓർഡറിന്റെ? half life rate constant ഉള്ള റിലേഷൻ T half is equal to 0.693 by k. 0.693 by k. ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞേക്കണേ? ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ 16, ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, കെ കണ്ടുപിടിക്കണം. അപ്പോ നിങ്ങൾക്ക് കെ ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ ടി ഹാഫ് എന്ന് എഴുതാം. That is 0.693 divided by 69.3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. കെ ഇസ് ഈക്വൽ ടു 0.693 ബൈ ടി ഹാഫ് ചെയ്യുമ്പോൾ ഇതിൽ ആൻസർ കിട്ടും. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, unit of rate constant for a second order reaction. Unit of rate constant for a second order reaction is second order reaction ആവുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ mole raised to 1 minus n, liter raised to n minus 1, second raised to minus 1. Second order reaction ആവുമ്പോൾ n ന്റെ വാല്യൂ 2 കൊടുക്കണം. അപ്പോൾ mole raised to 1 minus 2, liter raised to 2 minus 1, second raised to minus 1. So mole raised to minus 1, liter raised to 1, second raised to minus 1. Mole raised to minus 1, liter raised to 1, second raised to minus 1. Mole raised to minus 1, liter raised to 1, second raised to minus 1. Option A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? Yes sir. ബാക്കിയുള്ളവര്? No sir. ഓക്കെ. അടുത്തത്, ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ്. ഏതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ടി ഹാഫ് ആണ്. ടി ഹാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആവുമ്പോൾ ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു 1 by a0 raised to n minus 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ടി ഹാഫ് ഏതൊരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A0⁻n−1, വേറെ A0 ഈസ് കാൾഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, n ഈസ് കാൾഡ് ഓർഡർ. അപ്പൊ ഫസ്റ്റ് ഓർഡർ ആവുമ്പോ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. അപ്പൊ ടി ഹാഫ് proportional to 1/A0⁻1−1, that is T half proportional to 1/1. അതായത് ടി ഹാഫ് എന്ന് പറയുന്ന ടേം പറയുമ്പോൾ നമ്മൾ A0യുടെ ടേമുകൾ പറയാറില്ല. ടി ഹാഫിന്റെ ടേം എന്ന് പറയുന്നത് A0യുടെ ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതിന്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓർത്തോണം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ഹാഫ് ലൈഫ് എന്ന് പറയുന്നതും ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടുത്തെ ആൻസർ ഏതാണെന്ന് നോക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അല്ല, കാരണം ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷനും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ലാണ്. ഹാഫ് ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് അല്ല. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ കെ എന്നാണ് പറയുന്നത്. കെ ആണ് റേറ്റ് കോൺസ്റ്റന്റ്, അതിന്റെ പകുതിയായിട്ടല്ല ഹാഫ് ലൈഫ് വരുന്നത്. അപ്പൊ അതുമല്ല. സെയിം ഫോർ ആൾ റിയാക്ഷൻ, അങ്ങനെയും പറയാൻ പറ്റില്ല. ഹാഫ് ലൈഫ് ഇനിഷ്യൽ ഈ ഓർഡർ മാറുന്നതിനനുസരിച്ച് ഹാഫ് ലൈഫും A0 തമ്മിലുള്ള റിലേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡിപെൻഡന്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ റിയാക്ടന്റ്, അതാണ് വരുന്നത്. ടി ഹാഫിന്റെ എക്സ്പ്രഷൻ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ A0 ടേമുകളൊന്നും വരുന്നില്ല, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഒന്നും വരുന്നില്ല. അതായത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. ക്ലിയർ ആണോ അവിടെ? Yes, sir. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. A+2B gives E+2F എന്ന് പറയുന്ന റിയാക്ഷനിലെ റേറ്റ് എന്താണെന്നാണ്. അപ്പൊ എപ്പോഴും ഓർക്കുക, റേറ്റിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ലാ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. റേറ്റ് ലാ പറയുന്നത് എങ്ങനെയാണ്? ഈ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. റിയാക്ടൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും. എയുടെ കോൺസെൻട്രേഷൻ, ബിയുടെ കോൺസെൻട്രേഷൻ, സൈഡിലത്തെ നമ്പർ. ഇവിടെ എയുടെ സൈഡിലത്തെ നമ്പർ 1 ആണ്, സോ അത് അതിന്റെ പവർ ആയിട്ട് എഴുതണം. ബിയുടെ ഇവിടുത്തെ സൈഡിലത്തെ നമ്പർ 2 ആണ്, അത് അതിന്റെ പവർ ആയിട്ട് എഴുതണം. എപ്പോഴും ഇങ്ങനെ വരണം നിർബന്ധമില്ല, ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. റേറ്റ് പ്രൊപ്പോർഷണൽ ടു A⁻1 × B² ആയിരിക്കും. അപ്പോൾ റേറ്റ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ഇടുമ്പോൾ K കൊണ്ട് മൾട്ടിപ്ലൈ ആണ് റേറ്റ് കോൺസ്റ്റന്റ്, K × A⁻1 × B² ആയിരിക്കും. ഇത് ഓർത്തിരിക്കണം. അപ്പൊ K എഴുതാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് റേറ്റ് പ്രൊപ്പോർഷണൽ ടു റിയാക്ടന്റെ കോൺസെൻട്രേഷൻ, റിയാക്ടന്റ് എയുടെ കോൺസെൻട്രേഷൻ, ബിയുടെ കോൺസെൻട്രേഷൻ, സൈഡിലത്തെ നമ്പർ പവർ ആയിട്ട് എഴുതുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? Yes, sir. ഇവിടെ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ. 2NO2Cl gives 2NO2 + Cl2. ഈ ഒരു റിയാക്ഷൻ കുറെ സ്റ്റെപ്പിലാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അതിന്റെ റേറ്റ് എഴുതുന്നത് എപ്പോഴും നമ്മള് ഇപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഡയറക്റ്റ് ഉള്ള ഇക്വേഷൻ എഴുതാം. ഇപ്പോ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് 2H2O-യും O2-ഉം ആവുന്ന റിയാക്ഷൻ നടക്കുന്നത് I- പ്രസൻസിലാണ് എന്ന് വിചാരിക്കുക. ഈ റിയാക്ഷൻ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആദ്യത്തെ H2O2 I- പ്രവർത്തിക്കും. ആദ്യത്തെ H2O2 I- പ്രവർത്തിച്ചിട്ട് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കോംപ്ലക്സ് റിയാക്ഷനും എലമെന്ററി റിയാക്ഷൻ എന്താണെന്ന് അറിയണം. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെയാണ്
എലമെന്ററി റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനാണ് എലമെന്ററി റിയാക്ഷൻ. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനാണ് കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ 2H2O2 I മൈനസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2H2O O2 ആയിട്ട് മാറും. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡികമ്പോസ് ചെയ്ത് വാട്ടർ ഓക്സിജനുമായിട്ട് മാറും. ഇത് നടക്കുന്നത് 2 സ്റ്റെപ്പിലാണെന്ന് വിചാരിക്കുക. ഇത് നടക്കുന്ന 2 സ്റ്റെപ്പിലാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു H2O2 I മൈനസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് IO മൈനസും H2O ആയിട്ട് മാറും. ഈ IO മൈനസ് അടുത്ത H2O2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് H2Oയും O2ഉം I മൈനസും ആയിട്ട് മാറും. ഇങ്ങനെയാണ് 2 സ്റ്റെപ്പിൽ, ഈ 2 സ്റ്റെപ്പിലാണ് ഈ 2 H2O2 2 H2O ഓക്സിജനുമായിട്ട് മാറുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് സ്ലോ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പ് ഫാസ്റ്റ് സ്റ്റെപ്പുമാണ്. ആദ്യത്തെ സ്റ്റെപ്പ് സ്ലോ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഫാസ്റ്റ് സ്റ്റെപ്പുമാണ്. എപ്പോഴും റേറ്റ് പറയുമ്പോൾ ഓർക്കേണ്ടത്, റേറ്റ് പറയുന്ന എപ്പോഴും സ്ലോ സ്റ്റെപ്പിനെ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത്. സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ ബേസ് നമ്മൾ റേറ്റ് പറയുന്നത്. സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്നാണ്. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്നാണ് നമ്മൾ എന്തിനാ പറയുന്നത്? സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ പറയുന്നത്. അപ്പൊ നമ്മൾ റേറ്റ് എഴുതുമ്പോൾ എപ്പോഴും K ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് സ്ലോ സ്റ്റെപ്പിലെ റിയാക്ടന്റ് മാത്രം നോക്കിയാൽ മതി. H2O2 ഇൻറ്റു I മൈനസ്. അപ്പൊ ഓർത്തോണം, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേറ്റിന്റെ ഇക്വേഷൻ എഴുതുന്നത്. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആണെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകൾ ഉണ്ടാവും. അതിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണോ അതിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്താണ് നമ്മൾ റേറ്റ് എഴുതുന്നത്. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ NO2Cl ആണ് ഇവിടെ ഉള്ളത്. NO2Cl സൈഡിൽ 2 എണ്ണം ഉണ്ട് അല്ലേ? 2 NO2Cl ഉണ്ട്. പക്ഷെ റേറ്റ് എഴുതുമ്പോൾ റേറ്റ് K ഇൻറ്റു NO2Cl എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പവർ ആയിട്ട് 2 ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 2NO2Cl gives 2NO2 plus Cl2. ഇവിടെ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് എഴുതുന്ന ഒരു ഇക്വേഷനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ. റേറ്റിന്റെ ഇവിടെ വരുന്ന സാധനം എന്ന് പറയുന്ന റിയാക്ടന്റ് ആയിരിക്കും. NO2Cl ഇത്ര മാത്രം നോക്കിയാൽ മതി. ഈ സ്റ്റെപ്പ്, ഈ റേറ്റ് എഴുതിയിരിക്കുന്ന റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഒരു ഇക്വേഷനെ ബേസ് ചെയ്തായിരിക്കും എഴുതിയിരിക്കുന്നത്. ആ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇവിടെ വരുന്ന റിയാക്ടന്റ് Kയുടെ കൂടെ എന്തൊക്കെ ഉണ്ടോ അത് റിയാക്ടന്റ് ആയിട്ട് വരുന്ന സ്ഥലം ഉണ്ടോ എന്ന് നോക്കണം. അത് മാത്രം. ഇവിടെ ഇപ്പൊ ഒരു NO2Cl മാത്രമല്ലേ ഉള്ളൂ. ഒരു NO2Cl റിയാക്ടന്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏതാണ് വരുന്നത്? ഇവിടെ 2 NO2Cl ഉണ്ട്, ഇവിടെ ഒരൊറ്റ NO2Cl ഉള്ളൂ. അപ്പൊ ഇത് തന്നെയായിരിക്കും റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു റേറ്റ് തന്നിട്ട് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എഴുതാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പോ R = K ഇൻറ്റു NO2Cl സ്ക്വയർ എന്നാണ് തന്നിരുന്നെങ്കിൽ ഏതെടുക്കുമായിരുന്നു റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്? ഇവിടെ NO2 സ്ക്വയർ ഇല്ലേ, അതായത് 2 NO2Cl വരുന്ന സാധനം എടുക്കണം. 2 NO2Cl വരുന്ന ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇപ്പൊ ഒരു NO2Cl അല്ലേ ഉള്ളൂ. സോ ഒരു NO2Cl റിയാക്ടന്റ് സൈഡിൽ വരുന്ന ഇക്വേഷൻ ആണ് നമ്മൾ റേറ്റ് ലാ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ ബേസ് ചെയ്താണ് നമ്മൾ എപ്പോഴും റേറ്റ് എഴുതുന്നത്. അതെന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ റിയാക്ഷനാണ്. എല്ലാവർക്കും മനസ്സിലായേ? Yes, sir. ഇപ്പോ വേറെ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ഇപ്പോ ഇവിടുത്തെ ഈ റിയാക്ഷന്റെ റേറ്റ് = K ഇൻറ്റു NO2Cl ഇൻറ്റു Cl എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഏതായിരുന്നു? K ആണോ? C ആണ്. കാരണം ഇവിടെ NO2Cl Cl വന്നിട്ടുണ്ട്. അത് ലെഫ്റ്റ് സൈഡ് വരുന്നത് ഏതാണ് നോക്കുക. ഇതാണ് C ആണ്. അപ്പൊ C ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്.
For a reaction A gives C, it is found that the rate of the reaction quadruples when the rate constant of the reaction, rate concentration of A is doubled. The rate of reaction is rate is equal to A in rate is equal to A raised to N, where N value of N is dash. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് A raised to N ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി റേറ്റ് എന്ന് പറയുന്നത് A raised to 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റേറ്റ് 1 എന്ന് പറയുന്നത് A raised to N ആണ് എന്ന് ഞാൻ എഴുതുകയാണ്. ആദ്യത്തെ റേറ്റ് A raised to N ആണ്. എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുന്നു എന്ന് പറയണം. അപ്പൊ എക്ക് പകരം 2A കൊടുക്കണം. 2A raised to N ആയി. അപ്പൊ ഇസ് ഈക്വൽ ടു, അപ്പൊ പുതിയ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് 2 എന്ന് കൊടുത്തു. അപ്പൊ ഓർക്കുക, റിയാക്ഷന്റെ റേറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ ക്വാഡ്രപ്പിൾസ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഡബിൾഡ് എന്നാണ്. അതായത് ആദ്യത്തെ റേറ്റ് എക്സ് ആയിരുന്നെങ്കിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ എയിൽ നിന്ന് 2A ആവുമ്പോൾ റേറ്റ് എക്സിൽ നിന്ന് ക്വാഡ്രപ്പിൾ ആവുന്നു എന്ന് പറയാം. ക്വാഡ്രപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയുടെ വരുന്നത്? 4 ടൈംസ്. അതായത് റേറ്റ് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ ഇപ്പോ 4x ആയിരിക്കും ആൻസർ കിട്ടും. അപ്പൊ ഓർത്തോളുക, ആദ്യത്തെ എക്സ്പ്രഷനിൽ റേറ്റ് ഈസ് ഇക്വൽ ടു A raised to N ആണ്. റേറ്റ് ഈസ് ഇക്വൽ ടു A raised to N ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ റേറ്റ് എക്സ് ആണെങ്കിൽ എക്സ് ഈസ് ഇക്വൽ ടു A raised to N എന്ന് ഞാൻ എഴുതി എന്ന് വിചാരിക്കുക. ഇനി കോൺസെൻട്രേഷൻ എയുടെ ഡബിൾ ആവുമ്പോൾ എക്ക് പകരം 2A എന്ന് കൊടുക്കും. അപ്പൊ 2A raised to N ഈസ് ഇക്വൽ ടു എക്സിന് പകരം അത് 4 ടൈംസ് ആയിട്ട് മാറും. അതായത് 4x ആയിട്ട് മാറും. നിങ്ങളത് ഡിവൈഡ് ചെയ്യുക. അങ്ങോട്ട് രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡുകൾ ഡിവൈഡ് ചെയ്യുക, റൈറ്റ് സൈഡുകൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എക്സും എക്സും ക്യാൻസൽ ആവും. 1 by x is equal to 1 by 4 is equal to 1 by 4 x cancel ആയി പോയി. 1 by 4 is equal to A raised to N divided by 2A raised to N. 2A raised to N എന്ന് പറയുന്നത് 2 raised to N A raised to N ആണ്. 2 raised to N into A raised to N. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. 1 by 4 is equal to 1 by 2 raised to N. 2 raised to 1. ഇപ്പോ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ അതിന് ന്യൂമറേറ്ററുകൾ ഈക്വൽ ആയിരിക്കും, ഡിനോമിനേറ്ററുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ന്യൂമറേറ്ററിൽ രണ്ടും ഒന്നാണ്, അത് ഓക്കെ ആണ്. ഡിനോമിനേറ്ററിൽ 4 2 raised to N ആണ്. അപ്പൊ 2 raised to N 4 ഈക്വൽ ആയിരിക്കും. എന്നിന് ഏത് വാല്യൂ വന്നാൽ 2 raised to N 4 ആവും. ടു സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത്. സോ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ n is equal to 2. ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണ് അവിടെ പറഞ്ഞത്? പിള്ളേരെ ബാക്കിയുള്ളവര് റെസ്പോണ്ട് ചെയ്യണേ. പറയണം കേട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് അവസാനം ഭ്രാന്ത് പിടിക്കും. നിങ്ങളൊന്നും മിണ്ടില്ല. അറിഞ്ഞു മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞത് ഞാൻ പിന്നെ പറഞ്ഞുതരും. നിങ്ങൾ മിണ്ടണം, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നോക്കണം, ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് CBSE പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമാണ്, പക്ഷെ കോമൺ സെൻസ് ഉപയോഗിക്കുക, എന്നാലേ ചെയ്യാൻ പറ്റും. ഇവിടെ A+BC എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്. എയുടെ ആദ്യത്തെ അളവ് 2 ആയിരുന്നു. ബിയുടെ ആദ്യത്തെ അളവ് 3 ആവുമ്പോൾ അപ്പോൾ ഉള്ള റേറ്റ് 0.10 ആണ്. എയുടെ അളവ് 6ഉം ബിയുടെ അളവ് 3ഉം ആയിരുന്നപ്പോ എയുടെ അളവ് 6ഉം ബിയുടെ അളവ് 3ഉം ആയിരുന്നപ്പോ റേറ്റ് 0.90 ആയിരുന്നു. എയുടെ അളവ് 6ഉം
ബിയുടെ അളവ് 6 ആയിരുന്നപ്പോ റേറ്റ് എന്ന് പറയുന്നത് 0.90 ആയിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യത്തെ 2 കേസ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് 2 കേസ്, ആ റേറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പൊ എ പ്ലസ് ബി ഗീവ് സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിയാക്ഷൻ. അപ്പൊ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ എന്ന് എഴുതാം. കാരണം സൈഡിൽ ഇപ്പൊ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് റേറ്റ് എക്സ്പ്രഷൻ എന്താണെന്നാണ്. അതായത് പവറുകൾ നമുക്ക് അറിഞ്ഞൂടാ. റേറ്റ് എഴുതുന്ന എപ്പോഴും റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്ന് എഴുതിയിട്ട് റിയാക്ടന്റ് എ എഴുതും, പ്രോഡക്റ്റ് റിയാക്ടന്റ് ബി എഴുതും, റിയാക്ടന്റ് ഏതൊക്കെയാണോ അതാത് സാധനങ്ങൾ എഴുതും, റേസ് ടു എക്സ് റേസ് ടു വൈ എന്ന് കൊടുക്കും. കാരണം ഈ എക്സും വൈ നമുക്ക് അറിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു. നമുക്ക് അറിയത്തില്ല, എക്സ് റേസ് ടു എക്സ് ബി റേസ് ടു വൈ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യണം. ആദ്യത്തെ കേസിലെ റേറ്റ് എന്ന് പറയുന്നത് 0.10 ആണ്. 0.10 ഇസ് ഈക്വൽ ടു എക്ക് പകരം ഉള്ളത് 2 ആണ്. അപ്പൊ കെ ഇൻറ്റു 2 റേസ് ടു എക്സ് ഇൻറ്റു ബിക്ക് പകരമുള്ളത് 3 ആണ്. 3 റേസ് ടു വൈ ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഇനി രണ്ടാമത്തെ കേസ് എടുക്കാം. രണ്ടാമത്തെ കേസിൽ റേറ്റ് 0.90 ആണ്. 0.90 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ എന്നല്ലേ. ഇവിടെ എയുടെ അളവ് 6 അല്ലേ. 6 റേസ് ടു എക്സ് ഇൻറ്റു ബിയുടെ അളവ് 3 ആണ്. 3 റേസ് ടു വൈ ആണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇത്രയും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? Yes, sir. No, sir. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ 2 എടുക്കും നമ്മൾ. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ 2 എടുക്കുന്നു. ലെഫ്റ്റ് സൈഡുകൾ ഡിവൈഡ് ചെയ്യണം, റൈറ്റ് സൈഡുകൾ നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. 0.10 ബൈ 0.90 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 2 റേസ് ടു എക്സ് ഇൻറ്റു 3 റേസ് ടു വൈ ഡിവൈഡ് ബൈ കെ ഇൻറ്റു 6 റേസ് ടു എക്സ് ഇൻറ്റു 3 റേസ് ടു വൈ. 3 റേസ് ടു വൈ 3 റേസ് ടു വൈ ക്യാൻസൽ, കെ ക്യാൻസൽ. 0.10യെ 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0.90 വരുന്നത്. 0.10 1 ആണെങ്കിൽ 0.90 1 1/9. 1/9 is equal to 2 raised to x by 6 raised to x എന്നാവും. 1/9 is equal to ഇതിന്റെ രണ്ടിന്റെയും പവർ സെയിം ആയതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 2/6 the whole raised to x എന്ന് എഴുതാം. 2 6 വെട്ടാം. 2ല് 2 ഒരു തവണ, 6ല് 2 3 തവണ. So 1/9 is equal to 1/3 raised to x എന്നാവും. അതായത് 1/9 is equal to ഇത് പവർ എന്ന് പറയുന്നത് 1നും ആപ്ലിക്കബിൾ ആണ്, 3ക്കും ആപ്ലിക്കബിൾ ആണ്. 1 raised to x by 3 raised to x എന്ന് എഴുതാം. 3 raised to ഏതോ ഒരു നമ്പർ വന്നപ്പോ 9 കിട്ടി. അത് ഏതാണ് നമ്പർ? 3 raised to x 9 ആണെന്ന് വെച്ചാൽ x എത്ര? 3. കൊള്ളാം. 3 raised to x 9 ആണെങ്കിൽ x 3യോ? 2. അല്ലല്ല 2. 2. റിയാണാ പറഞ്ഞത്? സർ 3 raised to x is equal to 9. അപ്പൊ എക്സിന്റെ വാല്യൂ ഇവിടെ 2 ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണം, ഇവിടത്തെ വാല്യൂ 2 ആണ്. അപ്പൊ കെ ഇൻറ്റു ആദ്യത്തെ 2 കേസാണ് നമ്മളിപ്പോ എടുത്തത്. ഫസ്റ്റ് 2 കേസാണ് നമ്മൾ എടുത്തത്. ഫസ്റ്റ് 2 കേസ് എടുത്തിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഇതേപോലെ സെക്കൻഡ് 2 കേസുകൾ നിങ്ങൾ എടുക്കണം. ഈ 2 കേസുകൾ ഇത് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പൊ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്, ബിയുടെ കോൺസെൻട്രേഷൻ 3ൽ നിന്ന് 6ലേക്ക് മാറുമ്പോ റേറ്റ് മാറുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ആലോചിച്ച് പറ. എക്സിന്റെ വാല്യൂ എനിക്ക് കിട്ടി, എക്സിന്റെ വാല്യൂ കിട്ടി. അവിടെ ബിയിന് കോൺസെൻട്രേഷൻ ഇല്ലല്ലോ. ബിയുടെ കോൺസെൻട്രേഷൻ ഇല്ലെന്നോ? R is equal to K A square അല്ലേ ആൻസർ? അങ്ങനെയാണ്. കെ ഇൻറ്റു എ സ്ക്വയർ ബി റേസ് ടു വൈ എന്നാണ് എഴുതേണ്ടത്. പക്ഷെ വൈയുടെ വാല്യൂ എനിക്ക് അറിഞ്ഞൂടാ. വൈയുടെ വാല്യൂ 0 ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആണ്, എയുടെ കോൺസെൻട്രേഷനിൽ മാറ്റമില്ല. അപ്പൊ ഇവിടെ ബി ആണ് മാറുന്നത്. ഈ 2 കേസ് എടുക്കുമ്പോഴേ ബിയുടെ അളവാണ് മാറുന്നത്. അതായത് ബിയുടെ അളവ്, എയുടെ കോൺസെൻട്രേഷന് മാറ്റമില്ല, ബിയുടെ അളവ് മാറുകയാണ്.
അപ്പൊ ബിക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ റേറ്റിന് എന്ത് മാറ്റം വരും നോക്കണം. ബിക്ക് മാറ്റം വന്നു കഴിയുമ്പോൾ ബി 3ൽ നിന്ന് 6ലേക്ക് ഡബിൾ ആവുമ്പോൾ റേറ്റ് 0.90 തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ അളവ് കൂടിയിട്ട് പോലും റേറ്റ് മാറുന്നില്ല എന്നാണ്. ബിയുടെ അളവ് കൂടിയിട്ട് റേറ്റ് മാറുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിന്റെ കോൺസെൻട്രേഷന്റെ പവർ എത്രയാണ്? 0 ആണ് എന്നാണ് അതിനർത്ഥം. അതിന്റെ കോൺസെൻട്രേഷൻ, ബിയുടെ കോൺസെൻട്രേഷൻ കൂടിയിട്ടും റേറ്റ് മാറുന്നില്ല. അപ്പൊ നിങ്ങളുടെ അപ്പൊ ബി കൂട്ടി, ഞാൻ റിയാക്ഷൻ നടത്തുകയാണ്, റേറ്റ് കൂട്ടണം. അപ്പൊ ബിയുടെ അളവ് ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുത്തു, എന്നിട്ട് റേറ്റ് മാറുന്നില്ല എന്ന് വെച്ചാൽ ബിയുടെ അളവ് മാറ്റിയിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല എന്നാണ് അതിനർത്ഥം. അതായത് ബിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് നമുക്ക് പറയാം റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയാം. പി റൈസ് ടു 0 1 ആവും. ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും? Yes, sir. Yes, sir. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. A9. On increasing temperature of a reaction by 10 degrees Celsius, 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ റിയാക്ഷന്റെ സ്പീഡ് ഡബിൾ ചെയ്യും. അത് അറീനിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ അയച്ചിരുന്ന ക്ലാസ്സിലൊക്കെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷന്റെ സ്പീഡ് കൂടും. ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടി കഴിഞ്ഞാൽ റിയാക്ഷന്റെ സ്പീഡ് ഡബിൾ ചെയ്യും എന്നാണ് പറയുന്നത്. ഡബിൾ എന്ന് വെച്ചാൽ ഇരട്ടിയാവും. ഇപ്പോൾ ഉള്ള റിയാക്ഷന്റെ സ്പീഡിന്റെ ഇരട്ടിയാവും. അതിന് കാരണം എന്തെന്നാണ് ചോദ്യം. എപ്പോഴും നിങ്ങൾ ഓർക്കുക, റിയാക്ഷന്റെ സ്പീഡ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ത്രെഷോൾഡ് എനർജി കിട്ടുന്ന മോളിക്യൂളുകളുടെ എണ്ണം കൂടും. ത്രെഷോൾഡ് എനർജി കിട്ടുന്ന മോളിക്യൂളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ, ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ത്രെഷോൾഡ് എനർജി കിട്ടിയ മോളിക്യൂളുകളുടെ എണ്ണം കൂടിയാൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന മോളിക്യൂളുകളുടെ എണ്ണം കൂടുകയും അതിന്റെ ഫലമായി റിയാക്ഷന്റെ റേറ്റ് കൂടുകയും ചെയ്യും. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ, ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടി കഴിഞ്ഞാൽ റിയാക്ഷന്റെ സ്പീഡ് ഡബിൾ ചെയ്യും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയേണ്ട ഉത്തരം എന്താണ്? ത്രെഷോൾഡ് എനർജി, റിയാക്റ്റന്റ് മോളിക്യൂളുകളുടെ ത്രെഷോൾഡ് എനർജി കൂടുന്നു. ത്രെഷോൾഡ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിന് റിയാക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ട മിനിമം എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ മോളിക്യൂളുകൾക്ക് റിയാക്ഷൻ പങ്കെടുക്കാനുള്ള ത്രെഷോൾഡ് എനർജി കൂടുന്നു. അതിന്റെ ഫലമായിട്ട് റിയാക്ഷന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. പറഞ്ഞ മനസ്സിലായടെ? സി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഇനി നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പത്താമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The rate of a first order reaction. The rate of a first order reaction is 1.8 into 10 raised to minus 3. അപ്പൊ റേറ്റ് തന്നിട്ടുണ്ട്. R is equal to 1.8 into 10 raised to minus 3 എന്നാണ്. മിനിറ്റ് raised to minus 1. മിനിറ്റ് raised to minus 1, സെക്കൻഡ് raised to minus 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്നർത്ഥം. റേറ്റ് ഓഫ് അങ്ങനെയല്ല, സോറി റേറ്റ് ഈസ് ഇക്വൽ ടു 1.8 10 raised to minus 3, മിനിറ്റ് raised to minus 1 തന്നിട്ടുണ്ട്. ഇനി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അതായത് ഇപ്പോ എ ആണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എങ്കിൽ അതിന്റെ അളവ് തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, 0.3 മോൾ പെർ ലിറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് R is equal to K into A ആയിരിക്കും എന്തായാലും. റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ആണ് നമ്മൾ സാധാരണ പറയുന്നത്. അതിൽ റേറ്റ് തന്നിട്ടുണ്ട് 1.8 into 10 raised to minus 3 ആണ്, is equal to K into എയുടെ കോൺസെൻട്രേഷൻ 0.3 ആണ്. ഇതിൽ നമുക്ക് K കണ്ടുപിടിക്കാൻ കഴിയും. 1.8 into 10 raised to minus 3 by 0.3 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. പക്ഷെ അത് മിനിറ്റ് raised to minus 1 കിട്ടുന്നത്.
മിനിറ്റ് റേസ്റ്റ് മൈനസ് ഒന്നിലായിരിക്കും കിട്ടുന്നത്. കാരണം ഇവിടെ റേറ്റ് കൊടുത്തിരിക്കുന്നത് മിനിറ്റ് റേസ്റ്റ് മൈനസ് ഒന്നില്ല. സോ ഇവിടെ കിട്ടുന്നത് മിനിറ്റ് റേസ്റ്റ് മൈനസ് ഒന്നിലായിരിക്കും. അതിനെ സെക്കൻഡ് റേസ്റ്റ് മൈനസ് ഒന്നിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യും ഇവിടെ? ഡിവൈഡ് ബൈ 60 അല്ലേ സർ? ഡിവൈഡ് ബൈ 60. അപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ ഡിവൈഡ് ബൈ 60 എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കെയുടെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ആൻസർ ചെയ്യുന്നത്. അപ്പൊ ആൻസർ നിങ്ങൾ ഇവിടുത്തെ ആൻസറും ഓപ്ഷനിൽ കാണും കേട്ടോ. അപ്പൊ മിനിറ്റ് റേസ് ടു മൈനസ് ഒന്നിലാണ് കിട്ടണേ. കാരണം ഇവിടെ മിനിറ്റ് റേസ് ടു മൈനസ് ഒന്ന റേറ്റ് കൊടുത്തേക്കണേ. മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 മിനിറ്റ് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണേ അല്ലേ. അപ്പൊ ഇവിടെ കെ കിട്ടുന്നത് മിനിറ്റ് റേസ് ടു മൈനസ് ഒന്നിലായിരിക്കും കിട്ടുന്നത്. അതിനെ നമ്മൾ സെക്കൻഡ് റേസ് ടു മൈനസ് ഒന്നിലോട്ട് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ബൈ 60 കൊടുക്കുക. ചെയ്ത് നോക്കാലോ അല്ലേ? ക്ലിയർ അല്ലേ? CBSE കുട്ടികളൊക്കെ ഇത് +2ന്റെ ടോപ്പിക്കുകളൊക്കെ ചാപ്റ്ററുകളൊക്കെ വരുമ്പോ അന്നു തന്നെ ചെയ്തു പോകാൻ ശ്രമിക്കുക. കാരണം +2ന്റെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം. ഇനി അടുത്തത്, the rate for first order reaction is 0.69 into 10 raised to minus 2 mole per liter. The initial concentration is 0.2 mole per liter. The half life period is. അപ്പൊ ഇവിടത്തെ പോലെ തന്നെയാണ് ഇവിടെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. റേറ്റ് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ എന്ന് പറയുന്നതിൽ R തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കെ കണ്ടുപിടിക്കാം. കെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ കെയിൽ നിന്ന് നിങ്ങളുടെ കണ്ടുപിടിക്കാൻ പറയുന്നത് ഹാഫ് ലൈഫ് ആണ്. ഹാഫ് ലൈഫ് ഈസ് ഈക്വൽ ടു 0.693 എന്നാണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓർക്കുക, ഇവിടെ മിനിറ്റ് റേസ് ടു മൈനസ് 1 തന്നിരിക്കുന്നത്. പക്ഷെ ഓപ്ഷനുകൾ നിങ്ങൾ നോക്കുക, സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മിനിറ്റ് റേസ് ടു മൈനസ് 1 ആദ്യം നിങ്ങൾ ഇവിടെ മിനിറ്റ് റേസ് ടു കെയുടെ വാല്യൂ കിട്ടുന്നത് മിനിറ്റ് റേസ് ടു മൈനസ് 1 കിട്ടുന്നത്. അതിനെ നിങ്ങൾ സെക്കൻഡ് റേസ് ടു മൈനസ് 1 മാറ്റുക. അപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഉറപ്പായിട്ട് സെക്കൻഡിലായിരിക്കും കിട്ടുന്നത്. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഞാൻ പറഞ്ഞ മനസ്സിലായടെ? Yes, sir. ബാക്കിയുള്ളവര്? Yes, sir. Right, sir. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫോർ എ റിയാക്ഷൻ ഹാഫ് ലൈഫ് പീരീഡ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. ഹാഫ് ലൈഫ് പീരീഡും റേറ്റ് കോൺസ്റ്റന്റുമുള്ള ബന്ധം എന്താണെന്നാണ്. ഹാഫ് ലൈഫ് പീരീഡ് ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ കെ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് എന്താണ്? ഇത്രയും നമുക്കറിയാവും. കെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഈ 0.693 ബൈ കെ എന്ന് പറയുന്നതിന് പകരം നമ്മള് ടി ഹാഫ് ഇസ് ഈക്വൽ ടു ln2 ബൈ കെ എന്ന് പഠിച്ചു വെച്ചിരുന്നാലും മതി. ln2 തന്നെയാണ് 0.693 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടി ഹാഫ് ഇസ് ഈക്വൽ ടു ln2 ബൈ കെ എന്ന് പറഞ്ഞാലും സെയിം ആൻസർ ആണ് വരുന്നത്. അതുകൂടെ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. 13ാമത്തെ ക്വസ്റ്റ്യൻ. K1 and K2 are the rate constant at particular temperature T1 and T2 respectively. Then according to the Arrhenius equation. അപ്പൊ 2 K1 ഉം 2 K 2 T തമ്മിൽ തന്നാൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. log K1 by K2 is equal to EA by 2.303 R into T1 minus T2 divided by T1 T2. അല്ലെങ്കിൽ K2 by K1 is equal. ഇപ്പൊ K1 by K2 എന്നാണ് വരണമെങ്കിൽ T1 minus T2 എന്ന് കൊടുക്കണം. K2 by K1 എന്നാണ് വരണമെങ്കിൽ EA by 2.303 R into T2 minus T1 divided by T1 T2. അത് ഓർത്തിരിക്കണം. K2 by K1 ആണ് വരണമെങ്കിൽ T2 minus T1 വരും. K1 by K2 ആണ് വരണമെങ്കിൽ T1 minus T2 വരും. അപ്പൊ ഇവിടെ ഇപ്പം K2 ഒന്ന് നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. EA by 2.303 R ഒക്കെ വരണം, ഇതേപോലെ വരണം. EA by 2.303 R അല്ല ഇവിടെ വരുന്നത്. സോ ഇത് നമുക്ക് വെട്ടിക്കളയാം. ഇത് അറീനിയസ് ഇക്വേഷന്റെ ഫോം അല്ല. ഇവിടെ EA by 2.3, ഇവിടെയും EA by 2.303 മാത്രമേ ഉള്ളൂ. സോ അത് വരത്തില്ല. ആറിന്റെ ടൈം ഇവിടെ വരുന്നില്ല. അപ്പൊ ഈ ഇക്വേഷൻ വരില്ല.
അപ്പൊ EA/2.313 6, EA/2.313 6. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും വരാം. അപ്പൊ K2/K1 ആണ് വന്നേക്കുന്നത്. K2/K1 ആണ് വന്നേക്കണമെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ, ഇവിടെ നമുക്ക് ഈ ഫ്രാക്ഷനെ നമുക്ക് ഈ രൂപത്തിലോട്ട് മാറ്റിയെടുക്കണം. 1/T1 - 1/T2 എന്ന് പറയുമ്പോൾ 1 × T2 എന്ന് പറയുമ്പോൾ T2 മൈനസ് 1 × T2 എന്ന് പറയുമ്പോൾ T2 മൈനസ് T1 എന്ന് വരും. T2 മൈനസ് T1 എന്ന് വരും. K2/K1 ആണ് വരുന്നെങ്കിൽ T2 മൈനസ് T1 എന്ന് വരും. അത് കറക്റ്റ് ആണ്. ഇനി ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. K1/K2 എന്നാണ് വന്നിരിക്കുന്നത്. K1/K2 എന്നാണ് വരണമെങ്കിൽ എന്താ വരേണ്ടത്? K1/K2 എന്നാണ് വരണമെങ്കിൽ എന്താ വരേണ്ടത്? T1 മൈനസ് T2 എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 1 × T2 എന്ന് പറയുമ്പോൾ T2 മൈനസ് 1 × T1 എന്ന് പറയുമ്പോൾ T1, T2 മൈനസ് T1 എന്നാണ് വരുന്നത്. T2 മൈനസ് T1 എന്നാണ് വരുന്നത്. ഇവിടെ K1/K2 ആണ് വന്നിരിക്കുന്നത്. സോ അത് എന്താണ്? റോങ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കുമ്പോൾ ഈ ഇക്വേഷന്റെ മോഡൽ തന്നെയാണ് 4 കിടക്കുന്നത്, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? Yes, sir. Yes, sir. ഇവിടെ ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് എക്സ്പ്രസ്ഡ് ആസ് R = K × A × B² എന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് എന്ന് പറയുന്നത് K × A × B² ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ എയുടെ പവർ 1 അല്ലേ? എയുടെ പവർ 1 ആണെങ്കിൽ നമുക്ക് പറയാം പവർ ആണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഓർഡർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവറുകൾ കൂട്ടിയാൽ മതി. 1ഉം 2ഉം കൂടെ കൂട്ടുക. സോ 3 എന്ന് കിട്ടും. ഇവിടുത്തെ ഓർഡർ, ടോട്ടൽ ഓർഡർ എന്ന് പറയുമ്പോൾ 3 ആണ്. ഇനി എ മാത്രം ബേസ് ചെയ്ത് എയുടെ പവർ 1 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എ ഓർഡർ 1 ആണ്. ബിയുടെ പവർ 2 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ബി ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നോക്കണം, നമുക്ക് പറയാം ഓർഡർ 1 ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ എന്നാണ്, ഓർഡർ 2 എന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ എന്നാണ്. അപ്പൊ എ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഓർഡറും ബി എ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ സെക്കൻഡ് ഓർഡറും ഓവറോൾ ഓർഡർ നോക്കുമ്പോൾ 1 + 2 3 ആണ്. എ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ്, അത് കറക്റ്റ് ആണ്. ബി എ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ സെക്കൻഡ് ഓർഡർ ആണ്, അതും കറക്റ്റ് ആണ്. ഓവറോൾ ഓർഡർ തേർഡ് ഓർഡർ ആണ്. അപ്പൊ 3 ആൻസറും കറക്റ്റ് ആണ്. അപ്പൊ ആളുടെ കറക്റ്റ് ആണ്, ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണ് അവിടെ പറഞ്ഞത്? Yes, No, sir. sir. No, sir. അപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Larger the reaction rate with a small rise in temperature is due to large increase in reaction rate with a small rise in temperature. ടെമ്പറേച്ചർ ചെറുതായിട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ റിയാക്ഷന്റെ സ്പീഡ് ഭയങ്കരമായിട്ട് അങ്ങ് ഇൻക്രീസ് ചെയ്യും. എന്താണ് കാരണം? ഒന്ന്, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ആക്ടിവേറ്റഡ് മോളിക്യൂൾ. 2, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കൊളിഷൻ. ലോവറിംഗ് ഓഫ് ആക്ടിവേഷൻ എനർജി. ഷോർട്ടനിങ് ഓഫ് മീൻ ഫ്രീ പാത്ത്. എന്താണ് കാര്യം? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിയാക്ടന്റ് മോളിക്യൂളുകളുടെ ത്രഷോൾഡ് എനർജി കൂടും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. റിയാക്ഷനിൽ പങ്കെടുക്കാൻ ആവശ്യമായ എനർജിയാണ് ത്രഷോൾഡ് എനർജി. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടന്റുകൾ തമ്മിൽ റിയാക്ഷൻ നടക്കുകയും റിയാക്ടന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയും ചെയ്യും. റിയാക്ടന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടി കൂടുതൽ കൂട്ടിമുട്ടലുകൾ ഉണ്ടാവുകയും കൂടുതൽ എന്തുണ്ടാവുകയും ചെയ്യും? പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ത്രഷോൾഡ് എനർജി കൂടുമ്പോൾ മോളിക്യൂൾ തമ്മിലുള്ള കൊളിഷനുകളുടെ എണ്ണം കൂടുകയും സ്വാഭാവികമായിട്ട് ഇവന്മാരുടെ റിയാക്ഷന്റെ റേറ്റ് കൂടുകയും ചെയ്യും. ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് 1.2 × 10⁻15 mol raised to -2. ഇപ്പൊ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ ഇറ്റ് ഈസ് ഗിവൺ. mol raised to
കെയുടെ യൂണിറ്റ് അപ്പോൾ എന്തോന്നാണ്? റേറ്റ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത് 1.2 into 10⁻⁻5 മോൾ റേസ് ടു -2 ലിറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -1 ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കണം, കെയുടെ യൂണിറ്റ് എന്താണ്? ഇവിടെ മോൾ റേസ് കെയുടെ യൂണിറ്റ് ഓഫ് കെ എന്താണ്? മോൾ റേസ് ടു -2 ലിറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -1 ഇതാണ് നമ്മുടെ കെയുടെ യൂണിറ്റ്. ഇനി ജനറൽ കെയുടെ യൂണിറ്റ് നമുക്കറിയാം. യൂണിറ്റ് ഓഫ് കെ ജനറൽ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് റേസ് ടു -1 ആണ്. അപ്പൊ നോക്കണം, ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. യൂണിറ്റ് ഓഫ് കെ ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡുകൾ ഈക്വൽ ആണ്, അപ്പൊ റൈറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. മോൾ റേസ് ടു -2 മോൾ റേസ് ടു 1 - n ഈക്വൽ ആയിരിക്കും. അതായത് 1 - n-ഉം -2 ഈക്വൽ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ടേമുകൾ സെയിം ആണെന്ന് വെച്ചപ്പോ യൂണിറ്റ് ഓഫ് കെ ഇപ്പൊ രണ്ടും യൂണിറ്റ് അല്ലേ, കെയുടെ യൂണിറ്റ് അല്ലേ, അപ്പൊ സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ മോൾ റേസ് ടു -2 മോൾ റേസ് ടു 1 - n സെയിം ആയിരിക്കും. ലിറ്റർ സ്ക്വയർ ലിറ്റർ റേസ് ടു n-1 സെയിം ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ 1 - n -2 ആണ്. അപ്പൊ ഫുൾ ആയിട്ടൊന്ന് -1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 എന്നിന്റെ വില കണ്ടുപിടിക്കണം. -1 പ്ലസ് n ഈസിക്കൽ ടു +2 എന്നാവും. ഇവിടെ -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും, ഇവിടെ -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും, ഇവിടെ മൈനസ് വരും. അപ്പൊ n-1 ഈസിക്കൽ ടു 2 എന്ന് വരും. n-1 ഈസിക്കൽ ടു 2 എന്ന് വരും. n-1 ഈസിക്കൽ ടു 2 വരും. അതിൽ നിന്ന് n ഈസിക്കൽ ടു 2 -1 അപ്പുറത്ത് പോകുമ്പോൾ +1 2 + 1 ദാറ്റ് ഈസിക്കൽ ടു 3 എന്ന്. അതായത് ഈ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. n ആണ് ഓർഡർ എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായത്? Yes, sir. Yes, sir. നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. The following rate data for a reaction obtained for the reaction 2a plus b gives c plus d. 2a plus b gives c plus d എന്ന് പറയുന്ന റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ എക്സ്പെരിമെന്റ് 4 കണ്ടീഷനുകൾ നിങ്ങൾ ചെയ്യാണ്. ഒന്നാമത് പരീക്ഷണം ചെയ്തപ്പോൾ എ എടുത്ത അളവ് 0.1 ഗ്രാം ആണ്, ബി എടുത്ത അളവ് 0.1 ഗ്രാം ആണ്. അപ്പൊ റേറ്റ് കിട്ടിയത് 6 × 10⁻³ എന്നാണ് കിട്ടിയത്. രണ്ടാമത് റിയാക്ഷൻ നടത്തിയപ്പോ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് എത്രയാണ്? എയുടെ അളവ് 0.3 ആണ്, ബിയുടെ അളവ് 0.2 ആണ്, റേറ്റ് എന്ന് പറയുന്നത് 7.2 × 10⁻² ആണ്. മൂന്നാമത് ഞാൻ ഇതേ പരീക്ഷണം ആവർത്തിച്ചു. അപ്പൊ എയുടെ അളവ് എടുത്തത് 0.3 ആണ്, ബിയുടെ അളവ് എടുത്തത് 0.4 ആണ്, റേറ്റ് കിട്ടിയത് 2.8 × 10⁻⁻1 ആണ്. നാലാമത് ഇതേ പരീക്ഷണം ആവർത്തിച്ചു. എയുടെ അളവ് 0.4 ബിയുടെ അളവ് 0.1 വെച്ച് ആവർത്തിച്ചപ്പോൾ റേറ്റ് കിട്ടിയത് 2.4 × 10⁻² ആണ്. പല കോൺസെൻട്രേഷനുകളിൽ റിയാക്ഷൻ ചെയ്തപ്പോൾ പല റേറ്റുകളാണ് കിട്ടിയത്. നമുക്കിവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യണ്ടേ? റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിൽ നിന്ന് നിങ്ങളുടെ പറയുകയാണ് ഈ റിയാക്ഷന്റെ അപ്പോ ഈ റിയാക്ഷൻ ഇപ്പൊ 2a plus b gives c plus d എന്ന് പറയുന്ന റിയാക്ഷനിൽ നിങ്ങളുടെ റേറ്റ് എഴുതാൻ പറഞ്ഞ റേറ്റ് ഈസിക്കൽ ടു k ഇൻറ്റു എന്ന് തന്നെ എഴുതണേ. റിയാക്ടന്റ് a⁻n ഇൻറ്റു a⁻x ഇൻറ്റു b⁻y. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും റേറ്റ് എഴുതുന്നത്. അത് നിങ്ങളെ മനസ്സിൽ വെച്ചേക്കണം. r ഈസിക്കൽ ടു k ഇൻറ്റു a⁻x ഇൻറ്റു b⁻y എന്ന് പറയുന്ന ഒരു ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ റേറ്റ് എഴുതുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ റിയാക്ഷന്റെ ഓർഡർ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലായിട്ട് റേറ്റ് എഴുതുന്ന ഇതാണ്. ഓർഡർ എത്ര എന്ന് വെച്ചാൽ x + y ആണ് ഓർഡർ. പക്ഷെ ഈ റിയാക്ഷനിൽ എയുടെ പവർ എത്ര ബിയുടെ പവർ എത്ര നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം.
എയുടെ പവറും ബിയുടെ പവറും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 എന്ന്. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 1 അല്ല, 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്ന് കിട്ടും. ഓർഡർ എത്രയാണെന്നുള്ളപ്പോൾ ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഇപ്പോൾ 2 വാല്യൂസ് എടുക്കുമ്പോൾ രണ്ടിന്റെയും ഏതെങ്കിലും 2 സെറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ 1 2 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, 2 3 സെലക്ട് ചെയ്യാം, 3 4 സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 4 സെലക്ട് ചെയ്യാം, 2 4 സെലക്ട് ചെയ്യാം. ഏതെങ്കിലും 2 പേര് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ടുള്ള സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ കേസ് നോക്കുമ്പോഴേ എയുടെ കോൺസെൻട്രേഷൻ 0.3 ബിയുടെ കോൺസെൻട്രേഷൻ 0.3 അല്ലേ? എയുടെ കോൺസെൻട്രേഷൻ 0.3 എയുടെ കോൺസെൻട്രേഷൻ 0.3 ആണ്. ബിയുടെതാണ് മാറുന്നത്. സോ അങ്ങനെയുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസിൽ 2 3 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 3 ആണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? റേറ്റ് 7.2 10⁻² ആണ്. അപ്പൊ 7.2 into 10⁻²- ആയിരുന്നപ്പോ = k into a⁻x into b⁻x. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. a⁻x 0.3⁻x into b⁻y 0.2⁻y എന്നാണ്. ഇനി മൂന്നാമത്തെ കേസിൽ റേറ്റ് 2.8 into 10⁻1 ആണ് = k into മൂന്നാമത്തെ കേസല്ലേ? അപ്പോ എയുടെയും ബിയുടെ അളവ് കൊടുക്കണം. എയുടെ അളവ് 0.3, ബിയുടെ അളവ് 0.4. അപ്പൊ a⁻x എന്ന് പറയുന്നതിന് പകരം 0.3⁻x എന്നാവും. b⁻y എന്ന് പറയുന്നതിന് പകരം 0.4⁻y എന്നാവും. ഇത്രയും മനസ്സിലാകാൻ ഞാൻ എഴുതിയത്? Yes, sir. No, sir. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആൻസർ ആവും. ഇപ്പോ 7.2 by 10⁻⁻1 10⁻⁻² വെട്ടിക്കളയാം. 10⁻⁻1 ഇവിടെ ബാക്കി വരും. 10⁻⁻1 7.2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.72 divided by 2.88 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു കെയും ക്യാൻസൽ ചെയ്യാം, 0.3യും 0.3യും ക്യാൻസൽ ചെയ്യാം, 0.2⁻y 0.4⁻y. അപ്പൊ 0.2 by 0.4 the whole raised to y എന്നാവും. 0.2 0.4 വെട്ടിക്കളയാം, 1 2. 0.2ന്റെ ഇരട്ടിയാണ് 0.4. അതാണ് 1 2 എന്നുള്ളത്. ഇതിന് 1 കൊടുത്തു കഴിഞ്ഞാൽ താഴെ തന്നെ 2 എന്നുള്ളത്. അപ്പൊ 0.72നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2.88 കിട്ടുന്നത്. അപ്പൊ 0.72 1 എടുത്തു കഴിഞ്ഞാൽ 2.88 വരെ എത്താൻ എടുക്കണം, 4 എടുക്കണം. 1/4 = 1/2⁻y എന്നാവും. അതായത് 4 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിനോമിനേറ്റർ 4 ആണ്, ഇവിടുത്തെ ഡിനോമിനേറ്റർ 2⁻y ആണ്. 4 എന്ന് പറയുന്നത് 2⁻y ആണ്. 2 ഏതോ ഒരു നമ്പർ എടുക്കുമ്പോൾ 4 കിട്ടിയെങ്കിൽ ആ വൈയുടെ അളവ് എത്രയായിരിക്കും? ഇവിടെ 2 ആയിരിക്കും. കാരണം 2 സ്ക്വയർ ആണ് എപ്പോഴും എത്രയെന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത്. വൈയുടെ അളവ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. എന്ത് കിട്ടി? r = k into a⁻x into b⁻y എന്നതില് b⁻y എന്നതിന് പകരം നിങ്ങൾക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് x കണ്ടുപിടിക്കണം. x കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ 2 ഇക്വേഷൻസ് ഇതേപോലെ ചെയ്താൽ മതി. 1ഉം 4ഉം ഇതേപോലെ ചെയ്താൽ മതി. അപ്പൊ x-ന്റെ വാല്യൂ കിട്ടും. x-ന്റെ വാല്യൂ ചെയ്യുമ്പോൾ 1 എന്ന് ആൻസർ കിട്ടും. അപ്പോ r = k into a⁻1 into b⁻2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് 1 + 2 that is equal to 3. ഇവിടെ 3 ആണ് ഇവിടെ എന്തായാലും വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ചെയ്തു നോക്കണം. ഇതേപോലെ 1ഉം 4ഉം എടുത്ത് ഇതേപോലെ നിങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഈ x-ന്റെ വാല്യൂവും അവിടെ കിട്ടും. പറഞ്ഞത് മനസ്സിലായടെ? Yes, sir.
CBSE ബോർഡ് പരീക്ഷയ്ക്കൊക്കെ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി when a graph is plotted between log k, when a graph is plotted between log k when a graph is plotted between log k and 1 by t for a first order reaction, we get a straight line. The slope of the line is equal to dash. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന അറീനിയസ് ഇക്വേഷൻ ആണ് k is equal to a into e raised to minus ea by rt എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ln എടുത്തു കഴിഞ്ഞാൽ ln k is equal to ln a into e raised to minus ea by rt. ln എന്ന് പറഞ്ഞാൽ ലോഗരിതം. ln k is equal to ln ab എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ln ab എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ln a പ്ലസ് ln b എന്നാണ്. ഇവിടെ സ്മാൾ എക്ക് പകരം ക്യാപിറ്റൽ എ ഉണ്ട്, സ്മാൾ ബിക്ക് പകരം ഇവിടുത്തെ സ്മാൾ ബിക്ക് പകരം ഇവിടെ e raised to minus ea by rt ആണ്. അപ്പൊ ln ab is equal to ln a plus ln b എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ അതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, ln a plus ln e raised to minus ea by rt. അപ്പൊ ln k is equal to ln e raised to a എന്ന് വെച്ച് കഴിഞ്ഞാൽ a ആണ്. ln e raised to a എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? a ആണ്. അപ്പൊ ln e raised to minus ea by rt എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ea by rt. ഇനി ln നെ മാറ്റിയിട്ട് ലോഗ് ആക്കാനായിട്ട് ഇവിടെ നമ്മൾ ഇപ്പൊ ലോഗിലൊക്കെയാണ് ഇവിടെ ക്വസ്റ്റിനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ln നെ മാറ്റി ലോഗ് ആക്കാനായിട്ട് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. ln k എന്നതിന് പകരം ലോഗ് k എന്ന് വരണമെങ്കിൽ ln k എന്നതിന് പകരം ലോഗ് k എന്ന് വരണമെങ്കിൽ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 2.303 ലോഗ് k ഇസ് ഈക്വൽ ടു 2.303 ലോഗ് എ. അപ്പൊ ഇവിടെ ലോഗിന്റെ ടൈം ഒന്നുമില്ല, അപ്പൊ അവിടെ നമ്മളൊന്നും മൾട്ടിപ്ലൈ ചെയ്യണ്ട, ea by rt. ഇനി ഇതിനെ ഫുൾ ആയിട്ട് ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ വിലയ്ക്ക് വ്യത്യാസം വരില്ല. 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും? 2.303 ഇതും വെട്ടിപ്പോവും, ഇതും വെട്ടിപ്പോവും. അപ്പൊ ലോഗ് k is equal to ലോഗ് a മൈനസ് ea by 2.303 rt എന്നാണ്. rt എന്ന് പറയുന്നത് ഇൻറ്റു 1/t എന്ന് കൊടുക്കുക. രണ്ട് സെയിം തന്നെ. rt എന്ന് എഴുതുന്ന ഒരുമിച്ച് എഴുതുന്നവരെ t മാറ്റി എഴുതി. ഇത് y is equal to mx പ്ലസ് c എന്ന് പറയുന്ന ഫോർമുലയിൽ കിടക്കുന്നതാണ്. അപ്പൊ പ്ലസ് മൈനസിന് വരെ ഇവിടെ പ്ലസ് ആവുള്ളത്, അത് നിങ്ങൾ നോക്കണ്ട. y is equal to c പ്ലസ് mx എന്ന് പറയുന്ന ഫോർമുലയിലാണ് ഇത് കിടക്കുന്നത്. y is equal to c പ്ലസ് mx എന്ന് പറയുന്ന ഫോർമുലയിലാണ് കിടക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു, y ആക്സിസിൽ ലോഗ് k എടുക്കുന്നു, x ആക്സിസിൽ നമ്മൾ 1/t എടുക്കുന്നു, ഒരു ഗ്രാഫ് കിട്ടും. ലൈനാണ് കിട്ടുന്നത്. ആ ലൈനാണ് കിട്ടുന്നത്. ആ ലൈൻ കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈൻ എന്ന് പറയുന്നത് എമ്മിന് പകരം മൈനസ് ea by 2.303 ആണ്. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് മൈനസ് വന്നു കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന ലൈനാണ് കിട്ടുന്നത്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് ea by 2.303 ആണ് കിട്ടുന്നത്. അപ്പൊ ഓർത്തോണം, ലോഗ് k വേഴ്സസ് 1/t വരയ്ക്കുമ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ea by 2.303 ആയി. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലായ? Yes, sir. ലോഗ് k വേഴ്സസ് 1/t വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അവിടുത്തെ സ്ലോപ്പ് എന്താണ്? മൈനസ് ea by 2.303 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നേരത്തെ കിട്ടിയത് മൈനസ് ea by 2.303 ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്.